നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. ഷിറിയ ദേശീയപാതയിലെ ടാങ്കർ ലോറി അപകടത്തെ തുടർന്നുണ്ടായ ഗതാഗതം പുനഃസ്ഥാപിച്ച് നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം യാത്രക്കാർ വലഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പ് 72 പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരുക്കം. ഡിഫ്തീരിയക്കെതിരെ ജാഗ്രത ശക്തം, ബോധവൽക്കരണ പരിപാടിയുമായി ആരോഗ്യവകുപ്പ്. KSTB ഓവുചാൽ നിർമ്മാണം പാതിവഴിയിൽ, പ്രതിഷേധം ശക്തം. കാഞ്ഞങ്ങാട്ട് സ്ട്രീറ്റ് ലൈറ്റ് അപകട ഭീഷണി ഉയർത്തുന്നു, പ്രശ്നപരിഹാരത്തിന് ഇനിയും നടപടിയായില്ല. മാലം ചാമക്കുളത്തുവാസികൾ കുടിയിറക്ക് ഭീഷണിയിൽ, പ്രശ്നം പരിഹരിക്കുമെന്ന് M. രാജഗോപാൽ MLA. വിശദമായ വാർത്തകളിലേക്ക്. ഷിറിയ ദേശീയപാതയിൽ ടാങ്കർ ലോറി മറിഞ്ഞുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ച് നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം നടന്നത്. ബുധനാഴ്ച രാവിലെ വരെ ഈ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ഇതോടെ യാത്രക്കാർ ഏറെ ദുരിതത്തിലായി. കഴിഞ്ഞ ദിവസം രാവിലെ 11:30 ടാങ്കർ ലോറി മറിഞ്ഞ ഷിറിയ ദേശീയപാതയിൽ ബുധനാഴ്ച പുലർച്ചെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. 13 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് ഇതുവഴി വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിച്ചത്. വാഹന ഗതാഗതം തടസ്സപ്പെട്ടത് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന ആംബുലൻസുകൾക്കും വിദ്യാർത്ഥികൾക്കും ദുരിതമായി മാറി. ഷിറിയ ശങ്കരമംഗലം ക്ഷേത്രത്തിന് സമീപത്തെ കുഴിയിലേക്കാണ് പാചകവാതകം കയറ്റിയ ലോറി മറിഞ്ഞത്. വിവരമറിഞ്ഞെത്തിയ കുമ്പള SIയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. ഉപ്പളയിൽ നിന്നുള്ള ഫയർഫോഴ്സും സ്ഥലത്തെത്തി വാതക ചോർച്ചയില്ലെന്ന് ഉറപ്പുവരുത്തി. മംഗലാപുരം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കുമ്പളയിൽ നിന്ന് സീതാങ്കോളി ബായാർ വഴി തിരിച്ചുവിട്ടു. കാസർഗോഡ് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ബന്ദിയോട് സീതാങ്കോളി കുമ്പള വഴി തിരിച്ചുവിട്ടു. മംഗലാപുരത്തു നിന്നും പാചകവാതക കമ്പനി ഉദ്യോഗസ്ഥരെത്തിയതോടെയാണ് മറ്റൊരു ടാങ്കറിലേക്ക് ഇന്ധനം മാറ്റിയത്. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷനിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനായി 72 പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരുക്കം. 36 കേന്ദ്രങ്ങളിലായാണ് പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷനിലെ ഉപതെരഞ്ഞെടുപ്പിനായി 72 പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കും. 36 കേന്ദ്രങ്ങളിലായാണ് പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കുക. പോളിംഗ് ഡ്യൂട്ടിക്കായി 320 ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിട്ടുള്ളത്. ഒരു ബൂത്തിൽ ഒരു പ്രിസൈഡിംഗ് ഓഫീസറും 3 പോളിംഗ് ഓഫീസർമാരുമടക്കം 4 ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരിക്കുക. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുക. വോട്ടിംഗ് യന്ത്രങ്ങളിൽ ഈ മാസം 25-ന് ചെമ്മനാട് പഞ്ചായത്ത് ഹാളിൽ ബാലറ്റ് പേപ്പർ ഘടിപ്പിക്കും. 27-ന് രാവിലെ 10:30 മുതൽ വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്യും. 28-ന് രാവിലെ 7 മുതൽ 5 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. 29-ന് ചെമ്മനാട് പഞ്ചായത്ത് ഹാളിൽ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടക്കും. തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി N. ബാബുരാജ്, INL സ്ഥാനാർത്ഥിയായി മൊയ്തീൻ കുഞ്ഞി കളനാട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂർ എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. ഡിഫ്തീരിയക്കെതിരെ ജാഗ്രത ശക്തം, ആരോഗ്യവകുപ്പ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു. ജനറൽ ആശുപത്രിയിലാണ് ബോധവൽക്കരണ പരിപാടി നടത്തിയത്. ഡിഫ്തീരിയ രോഗത്തെ പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നടന്ന ബോധവൽക്കരണ ക്ലാസ് NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് വസൂരി നമുക്ക് വരേണ്ടതില്ല, വസൂരി നമ്മെ കടന്നാക്രമിക്കേണ്ടതില്ല, വസൂരി എന്ന് കേട്ടാൽ പോലും ആളുകൾ മരണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞതും അത് നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞത് ഒന്ന് ബോധവൽക്കരണത്തിൽ കൂടിയാണ്. നമ്മളെല്ലാവരും അതേക്കുറിച്ച് ഒരുപാട് പഠനം നടത്തി, സെമിനാറുകൾ നടത്തി, ആളുകളുടെ ഇടയിൽ ബോധവൽക്കരണം നടത്തി. അതുകൊണ്ടാണ് വസൂരിയെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നാടുകടത്താൻ സാധിച്ചത്. അപ്പോൾ മരുന്നുകളെക്കാൾ അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളെക്കാൾ ഒക്കെ വളരെ ശക്തി ഉള്ളത് ബോധവൽക്കരണത്തിനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഡോക്ടർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഡിഫ്തീരിയ രോഗം ഏറ്റവും പെട്ടെന്ന് പിടികൂടുന്നത് രോഗിയെ പരിശോധിക്കുന്ന ഡോക്ടറെയും നഴ്സിനെയുമാണ്. അതുകൊണ്ടാണ് 150ഓളം വരുന്ന നഴ്സുമാർക്ക് വാക്സിനേഷൻ നൽകിയത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിന്റെ ഭാഗമായാണ് വാക്സിനേഷൻ നൽകൽ ചടങ്ങും സംഘടിപ്പിച്ചത്. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സും ജനറൽ ആശുപത്രിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡോക്ടർ P. നാരായണ നായിക് ഡിഫ്തീരിയ ബോധവൽക്കരണ ക്ലാസ് നടത്തി. IMA സെക്രട്ടറി ഡോക്ടർ വെങ്കിടഗിരി, ഡോക്ടർ കുഞ്ഞിരാമൻ, ഡോക്ടർ അബ്ദുൽ സത്താർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. KSTB ഓവുചാൽ നിർമ്മാണം പാതിവഴിയിൽ, കച്ചവടക്കാർ തടഞ്ഞതിനെ തുടർന്നാണ് ഓവുചാൽ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചത്. ജനങ്ങളുടെ സുരക്ഷിത യാത്രയ്ക്ക് തടസ്സമാകുന്ന രീതിയിൽ ഉത്തരവാദിത്വമില്ലാതെയാണ് KSTP ഓവുചാൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുവെന്നാണ് ആരോപണം.
ഇതേ തുടർന്നാണ് നഗരത്തിലെ ഓവുചാൽ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞത്. ഓവുചാൽ നിർമ്മാണം പൂർത്തിയായ സ്ഥലങ്ങളിൽ സ്ലാബിടാത്തതിനാൽ കാൽനടയാത്രക്കാർ വീണ് പരിക്കേൽക്കുന്നത് നഗരത്തിലെ പതിവ് കാഴ്ചയാണ്. അപകടത്തിൽപ്പെട്ട പലരും പരാതി പറയാതെയാണ് മടങ്ങുന്നത്. നിർമ്മാണം പൂർത്തിയായ സ്ഥലങ്ങളിൽ കല്ലും മണ്ണും കൂട്ടിയിട്ടിരിക്കുന്നത് വാഹന പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയാണ്. സംഭവം KSTP അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നിർമ്മാണ ഏജൻസിയായ RDSനാണ് ചുമതല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞതായും ആരോപണമുയർന്നിട്ടുണ്ട്. RDS അധികൃതർക്കും ഇത് സംബന്ധിച്ച് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. കോടിക്കണക്കിന് രൂപ ചിലവിട്ട് നടത്തുന്ന റോഡ് വികസനത്തിനിടെ ജനങ്ങളും വ്യാപാരികളും അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നതായാണ് ആരോപണം. കാഞ്ഞങ്ങാട് നഗരത്തിലേക്ക് ജനങ്ങൾ നടന്നു പോവാൻ പറ്റാത്ത അവസ്ഥയാണുള്ളതെന്ന് സാമൂഹ്യ പ്രവർത്തകൻ മൊയ്തു പറഞ്ഞു. ഗവൺമെന്റ് ഒരുപാട് ഈ KSTP ഒരുപാട് ഭാരിച്ച കോടികളുള്ള ചെലവിലുള്ള ഒരു പണിയല്ലേ. അപ്പോൾ അവർക്ക് ഒരു നല്ല രീതിയിൽ പണി ചെയ്തു കൊടുത്തൂടെ. അപ്പോൾ ഒന്നാമത് ഇങ്ങനെ കണ്ടമാനം മണ്ണൊക്കെ കൂട്ടിയിടുന്നു. അതിന് ശക്തമായ മഴ വന്നാൽ ഭയങ്കര ചളി. പിന്നെ ഒരു ബൈക്ക് യാത്രക്കാർക്ക് ആരെങ്കിലും ഒരു മനോഹരമായ ഡ്രസ്സ് അതിൽ ധരിച്ചു പോയാൽ ഏതെങ്കിലും വണ്ടിക്കാർ എങ്ങനെ തെറിപ്പിച്ചാൽ നമ്മൾ കുറ്റം പറയുക? ഫുള്ള് ചളിയും കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതിനുള്ളൊരു അവസ്ഥ വേണ്ടേ? കാഞ്ഞങ്ങാടിനൊരു മോചനം വേണ്ടേ? റോഡ് വികസനവും നഗരവികസനവും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് ശാസ്ത്രീയമായും കാര്യക്ഷമമായും നടത്തണമെന്ന ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് അപകട ഭീഷണി ഉയർത്തുന്നു. അപകട കിണിയൊരുക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ നീക്കാൻ ഇതുവരെയും നടപടി ആയില്ല. കാഞ്ഞങ്ങാട്ട് തിരക്കേറിയ നഗരപാതയിലാണ് തെരുവ് വിളക്ക് ഒടിഞ്ഞു വീഴാറായി നിൽക്കുന്നത്. ഏത് നിമിഷവും നിലംപൊത്താവുന്ന വിധത്തിലാണ് തെരുവ് വിളക്ക് നിൽക്കുന്നത്. സ്ഥാപിച്ച് മാസങ്ങൾക്കകം തന്നെ തെരുവ് വിളക്ക് അപകടാവസ്ഥയിലായിരുന്നു. ശക്തിയായി കാറ്റ് വീശിയാൽ ഒടിഞ്ഞ് നിലംപൊത്തിയേക്കാവുന്ന തെരുവ് വിളക്ക് നീക്കം ചെയ്ത് പുതിയത് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. മാലോം ചാമക്കുളത്ത് വാസികൾ കുടിയിറക്ക് ഭീഷണിയിൽ. 30ഓളം കുടുംബങ്ങളാണ് വനം വകുപ്പിന്റെ കുടിയിറക്ക് ഭീഷണി നേരിടുന്നത്. പ്രശ്നം പരിഹരിക്കുമെന്ന് M രാജഗോപാൽ MLA അറിയിച്ചു. 1976 ചാമക്കുളത്ത് വനാതിർത്തിയോട് ചേർന്ന് ഭൂരഹിതരായ 32 കുടുംബത്തിനായി 32.23 ഏക്കർ സ്ഥലം അന്നത്തെ കണ്ണൂർ ജില്ലാ കളക്ടർ പതിച്ചു നൽകിയത്. അന്നു മുതൽ ഭൂനികുതിയും അടച്ച് കൃഷിയും ചെയ്ത് ജീവിക്കുന്ന കുടുംബങ്ങളോട് 4 പതിറ്റാണ്ടിന് ശേഷം വനംവകുപ്പ് ഇറങ്ങിപ്പോകാൻ ആജ്ഞാപിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ദുരിതത്തിലായ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ MLA എത്തി. സമീപത്തെ വൻകിട ഭൂവുടമകളെ സഹായിക്കാനാണ് തങ്ങളെ അധികൃതർ ഉപദ്രവിക്കുന്നതെന്ന ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ ഭൂരഹിതർക്ക് പതിച്ചു നൽകിയ ഭൂമിയാണിതെന്നും അന്ന് സർക്കാരിനെ കബളിപ്പിച്ച് കൈവശം വെച്ച ഭൂമി സംരക്ഷിക്കാൻ ചില ഭൂവുടമകൾ ചില ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ നടത്തുന്ന നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും കോളനി നിവാസികൾ MLAയോട് പറഞ്ഞു. വിട്ടുകിട്ടണമെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പുമായി ബന്ധപ്പെട്ട് തമ്മിലുള്ളൊരു ചർച്ച നടക്കണം. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതിൻ്റെ നികുതി വാങ്ങലും പട്ടയവും മറ്റ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം എടുക്കേണ്ടത് റവന്യൂ വകുപ്പാണ്. അപ്പോൾ റവന്യൂ വകുപ്പും കൊണ്ട് ശക്തമായിട്ട് ഇടപെടൽ നടത്തേണ്ടി വരും. എന്തായാലും MLA എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഈ പ്രശ്നം വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരും അതുപോലെ ജില്ലാ കളക്ടറുമായും ബന്ധപ്പെട്ട് ഈ കാര്യം ചർച്ച ചെയ്ത് ഉള്ള ഒരു നിലപാടിലേക്ക് ഞാൻ പോവാം. 30ഓളം കുടുംബങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ഭൂരിഭാഗവും ആദിവാസി കുടുംബങ്ങളാണ്. പ്രശ്നം പട്ടികവർഗക്ഷേമ മന്ത്രി, വനം മന്ത്രി എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്ന് MLA പറഞ്ഞു. വെസ്റ്റളിരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A അപ്പുക്കുട്ടൻ, CPIM ലോക്കൽ സെക്രട്ടറി MG രാമചന്ദ്രൻ, ES സെബാസ്റ്റ്യൻ എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLAയെയും അധ്യാപകൻ വിഷ്ണു ഭട്ടിനെയും ആദരിച്ചു. സ്കൂളിലെ പ്രധാനാധ്യാപക K വിശാലാക്ഷി പൊന്നാട അണിയിച്ചാണ് MLAയെ ആദരിച്ചത്. വിഷ്ണു ഭട്ടിനെ NA നെല്ലിക്കുന്ന് MLA ആദരിച്ചു. കാസർഗോഡ് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിസ്രിയ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുൻ DEO E വേണുഗോപാലൻ, ഉമാ പുരുഷോത്തമ ഭട്ട്, ബിൻസി, സുരേഷ് കുമാർ, സാബിറ ബങ്കര, K അനിൽകുമാർ, കൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ലെൻസ്ഫെഡ് ജില്ലാ നേതാക്കൾ ആവശ്യപ്പെട്ടു. നിർമ്മാണ വസ്തുക്കൾ ന്യായമായ വിലയ്ക്ക് ലഭ്യമാക്കാൻ
കോർപ്പറേഷൻ രൂപീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. നിർമ്മാണ മേഖല പൊതുവെ ഒരു തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിൽ സ്വകാര്യ കുത്തക സിമന്റ് കമ്പനികൾ കൃത്രിമ ക്ഷാമം സൃഷ്ടിച്ചും അന്യായമായി വില വർദ്ധിപ്പിച്ചും സാധാരണക്കാരനെ ചൂഷണം ചെയ്യുകയാണ്. ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ നമുക്കാവശ്യമായ സിമന്റിന്റെ 10% മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നും സാധാരണക്കാരെ സഹായിക്കാൻ തമിഴ്നാട് സർക്കാർ നടപ്പിലാക്കിയ പോലെ 200 രൂപയ്ക്ക് താഴെ ഒരു ചാക്ക് സിമന്റ് എന്ന രീതിയിൽ ഗവൺമെന്റ് വിതരണം ചെയ്യാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും ലെൻസ്ഫെഡ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിർമ്മാണ മേഖലയെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു വികസന സങ്കല്പവും ഇന്ന് യാഥാർത്ഥ്യമാകില്ല. സർക്കാരിൻ്റെ ഏത് വികസന പ്രവർത്തനങ്ങളാകട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അതായത് നിർമ്മാണ മേഖലയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വികസന സങ്കല്പവും സാധ്യമല്ലാത്തതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയാണ് ഇന്ന് നിർമ്മാണ മേഖല. അതിനെ സംരക്ഷിക്കാനുള്ള യാതൊരു നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ബജറ്റിലെ യാതൊരു നിർദ്ദേശങ്ങളും ഇതിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് KA സാലി, സെക്രട്ടറി VV ഗോപാൽ, മീഡിയ കമ്മിറ്റി ചെയർമാൻ AC ജോഷി, കൺവീനർ P രാജൻ, ഖജാൻജി PK വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഹോമിയോ വകുപ്പും ജാഗ്രതയിൽ. ക്ലബ്ബുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ ഗ്രാമീണ മേഖലകളിൽ മെഡിക്കൽ ക്യാമ്പുകളും ക്ലാസുകളും സജീവമായി. കാലിക്കടവ് റെഡ് സ്റ്റാർ കലാസമിതി മാണിയാട്ട് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ മികച്ച ജനപങ്കാളിത്തം. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, കണ്ണുരോഗങ്ങൾ തുടങ്ങിയവയെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണസാധനങ്ങൾ ഉൾപ്പെടെ അലക്ഷ്യമായി വലിച്ചെറിയുന്നു. അത് ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ രോഗം വിതറുന്ന ബോംബുകളായിട്ട് മാറുന്നു. അങ്ങനെ വ്യാപകമായിട്ട് രോഗ കാരണങ്ങളാവുന്ന ജീവജാലങ്ങൾ എന്താ പറയുക, വൈറസും മറ്റു സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നു ചികിത്സകൾ. അപ്പോൾ അതിന് വലിയ ജാഗ്രത ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്ന സമയത്ത് വളരെ ജാഗ്രതയോട് കൂടിയിട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ വീടുകളിലും അതിന് പ്രവർത്തനം എത്തിയിട്ടുണ്ട്. T മോഹനൻ അധ്യക്ഷത വഹിച്ചു. TT ഗീത, K രാജൻ, PC ശ്രീനിവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർമാരായ PP ശ്രീജ, KP പ്രസീത, ശോഭ തുടങ്ങിയവർ രോഗികളെ പരിശോധിച്ചു. കര നെൽകൃഷി വ്യാപനത്തിന് പ്രോത്സാഹനവുമായി കാർഷിക വികസന ക്ഷേമ വകുപ്പ് രംഗത്ത്. കരനെൽകൃഷിയുടെ അനന്ത സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനായി പ്രത്യേക പരിശീലന പരിപാടിക്ക് ചെറുവത്തൂരിൽ തുടക്കമായി. കരനെൽകൃഷിയുടെ സാധ്യതകളെക്കുറിച്ച് കേരളം ഗൗരവമായി ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നതാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി കൃഷി ജലസേചന പരിപാടിയുടെ ഭാഗമായി പരിസ്ഥിതി സൗഹൃദ കരനെൽകൃഷിയെക്കുറിച്ച് ചെറുവത്തൂരിൽ ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. ആത്മാ കാസർഗോഡിന്റെ സഹകരണത്തോടെയായിരുന്നു പരിശീലനം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച, അതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെ അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പല മേഖലയിലും ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച, കൃഷി ചെലവ് വർദ്ധിക്കുന്നു. ഇതിൻ്റെയൊക്കെ തന്നെ ഭാഗമായി കടക്കണിയിൽപ്പെട്ട് കുഴലുന്ന കർഷകരാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ P പ്രദീപ മുഖ്യാതിഥിയായിരുന്നു. P ഗിരിജ പച്ചക്കറി വിത്തുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. PC സുബൈദ, വെങ്ങാട്ട് കുഞ്ഞിരാമൻ, K നാരായണൻ, R വീണാറാണി, PV ജലേശൻ തുടങ്ങിയവർ സംസാരിച്ചു. CV ജിതേഷ്, S സുനിൽകുമാർ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ബഹുഭാഷാ പണ്ഡിതനും കവിയുമായിരുന്ന YMC കുഞ്ഞികൃഷ്ണക്കുറുപ്പിന് സ്മരണാഞ്ജലി. സാഹിത്യ സമന്വയ വേദി ചെറുവത്തൂർ മേഖലാ കമ്മിറ്റിയാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. അനുസ്മരണ യോഗം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ പ്രഭാഷണവും C ഭരതൻ രചിച്ച കഥാകാവ്യ പുഷ്പങ്ങൾ എന്ന പുസ്തക പ്രകാശനവും ഡോക്ടർ E ശ്രീധരൻ നിർവഹിച്ചു. പ്രിയങ്കരനും ബഹുമാന്യനുമായ കവിതകൾ വായിച്ച് അനുഭവിച്ച ഒരു RK മണ്ണൂർ പുസ്തക പരിചയം നടത്തി. YMCക്ക് കുറുപ്പ് സ്മാരക കവിതാരചനാ മത്സരത്തിൽ വിജയികളായ ബിജു ജോസഫ്, ഭാസ്കരൻ അരയാല എന്നിവർക്ക് CP കമലാക്ഷൻ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു.
തുളുനാർ അവാർഡ് നേടിയ ശ്രീകുമാർ കോറോത്തിനെ കവി മാധവസ്വാമി അനുമോദിച്ചു. കെ സുരേന്ദ്രൻ, പപ്പൻ ചെറുതാഴം, സുഭാഷ് തേക്കടപ്പുറം, അനഘ ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. സാന്ത്വന മേഖലയിൽ ശ്രദ്ധേയമായ ഇടപെടലുകളുമായി ചെറുവത്തൂരിലെ വ്യാപാരികൾ. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സാന്ത്വനം ട്രസ്റ്റിന്റെ സഹായം 5 പേർക്ക് കൈമാറി. 4 പേർക്ക് അടിയന്തരമായി ധനസഹായം നൽകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അവരുടെ ധനസഹായ വിതരണ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതിന് അർഹതപ്പെട്ടവർക്ക് തന്നെ അവരിൽ എത്തിക്കണമെന്നില്ല ഒരു ബോധത്തോടു കൂടി തന്നെയാണ് ഈ ട്രസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിനു മുമ്പ് പലവർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ 1.5 വർഷം മുമ്പാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുവത്തൂരിൽ സാന്ത്വനം ട്രസ്റ്റിന് രൂപം നൽകിയത്. ഇതുവരെയായി ഏതാണ്ട് 5 ലക്ഷത്തോളം രൂപയുടെ സഹായം അർഹരായവരെ കണ്ടെത്തി കൈമാറാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ചികിത്സാ സഹായം എന്ന നിലയിലാണ് 5 പേർക്ക് കൂടി സഹായധനം കൈമാറിയത്. PP മുസ്തഫ, കേരള റിസാക്ക, PT കരുണാകരൻ, ബെസ്റ്റ് ചന്ദ്രൻ, AV രവി, T ശശിധരൻ, KC സതീശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓൾ കേരള വീൽചെയർ ഫ്രണ്ട്സ് റൈഡ്സ് ക്യാമ്പിന്റെ ഭാഗമായി ജില്ലാതല സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. പാലക്കുന്ന് റീഡ് മസ്ജിദ് ക്യാമ്പസിലായിരുന്നു പരിപാടി. വീൽചെയറിൽ വൈകല്യങ്ങളാലും അപകടങ്ങളാലും ചലനശേഷി നഷ്ടപ്പെട്ട് പരസഹായത്താൽ ജീവിക്കുന്നവരുടെ കൂട്ടായ്മയാണിത്. വീൽചെയർ ഫ്രണ്ട്സ് കാസർഗോഡ്, എടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സംഗമം ഡോക്ടർ അബൂബക്കർ പാലക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. ബെന്നി മാലക്കൽ അധ്യക്ഷത വഹിച്ചു. ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ സുർജിത്ത് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. 50ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക, പുറത്തേക്കിറങ്ങാൻ സഞ്ചാരയോഗ്യമായ വഴികൾ, ഭവന നിർമ്മാണം, ഡ്രൈവിംഗ് ലൈസൻസ്, സ്വയം തൊഴിൽ പദ്ധതി, ബാങ്കിംഗ് ലോൺ തുടങ്ങിയവ സുതാര്യമാക്കുക തുടങ്ങി 20ഓളം ആവശ്യങ്ങൾ കൂട്ടായ്മ മുന്നോട്ട് വെച്ചു. അബ്ദുറഹ്മാൻ ആരിക്കാടി, മൊയ്തീൻ പൂവടുക്ക, IK വാസുദേവൻ, ഇബ്രാഹിം, ഷംസു പള്ളമ്പി, ചന്ദ്രപ്രസാദ് എടനീർ, ഹനീഫ ചാത്തപ്പടി തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരളത്തിൽ അംഗപരിമിതരായിട്ടുള്ള ജനലക്ഷങ്ങളായ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് പുതിയൊരു വാതായനത്തിൻ്റെ, പുതിയൊരു ലോകത്തിൻ്റെ ഭാഗം നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി ആസ്വദിക്കുക. അതിൻ്റെ ഭാഗമായി ജില്ലാ ക്യാമ്പയിൻ ആണ് ഇപ്പോൾ ഇവിടെ സംസ്ഥാന ക്യാമ്പയിൻ്റെ ഭാഗമായി ജില്ലാ കൺവെൻഷനാണ് നടക്കുന്നത്. ഈ ജില്ലാ കൺവെൻഷനിൽ ഉടുത്തുരിയുന്ന ആശയങ്ങൾ നമ്മൾ സംസ്ഥാന കൺവെൻഷനിൽ അവതരിപ്പിക്കുകയും ഇവിടുത്തെ കോർഡിനേറ്റർമാരുടെ സഹായത്താൽ ഒന്നിച്ചണി ചേർന്ന് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ എല്ലാ പ്രവർത്തകരും ഒന്നിച്ച് ജില്ലാ കളക്ടറിൽ നടത്തുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ചെറിയ മീറ്റിംഗ് ആണ് ഇന്നിവിടെ നടക്കുന്നത്. നോർത്ത് ചിത്താരി ഷംസുൽ ഉലമ ഇസ്ലാമിക് സെന്റർ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. നോർത്ത് ചിത്താരി SYS SKSSF കമ്മിറ്റിയുടെ ഷംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററിന്റെ ഉദ്ഘാടനം അസീസിയ മദ്രസ അങ്കണത്തിൽ വെച്ചായിരുന്നു നടന്നത്. SYS സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഷംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇൽമിന്റെ നിറകുടമായിരുന്നു ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും ആര് എപ്പോഴാണെങ്കിലും പെട്ടെന്ന് ചോദിച്ചാൽ കണ്ണ് ചിപ്പിക്കൊണ്ട് മറുപടി എഴുതാൻ സാധിച്ചിരുന്ന ഒരു മഹത്തായ വ്യക്തിത്വമായിരുന്നു. അതേപോലെ തന്നെ അറബി നാട്ടിൽ പോയപ്പോൾ അവിടെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ മറ്റ് ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേട്ടുകൊണ്ട് അത്ഭുതപ്പെടുകയുണ്ടായി. ഇങ്ങനെയുള്ള ഒരു വലിയ പണ്ഡിതൻ കേരളത്തിലുണ്ടോ എന്ന് അവർക്ക് അപ്പോഴാണ് ബോധ്യമായത്. അങ്ങനെയുള്ള ഏറ്റവും വലിയ അത്ഭുതത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു മഹാനായ SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർക്കുള്ള സ്വീകരണവും നടന്നു. ചടങ്ങിൽ ഷംസുൽ ഉലമ അവാർഡ് ജേതാവ് മെട്രോ മുഹമ്മദ് ഹാജിയെ ആദരിച്ചു. ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഷിറിയ ദേശീയപാതയിലെ ടാങ്കർ ലോറി അപകടത്തെ തുടർന്നുണ്ടായ ഗതാഗതം പുനഃസ്ഥാപിച്ച് നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം യാത്രക്കാർ വലഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പ് 72 പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരുക്കം. ഡിപ്തീരിയക്കെതിരെ ജാഗ്രത ശക്തം, ബോധവൽക്കരണ പരിപാടിയുമായി ആരോഗ്യവകുപ്പ്. KSTB ഓവുചാൽ നിർമ്മാണം പാതിവഴിയിൽ, പ്രതിഷേധം ശക്തം.
കാഞ്ഞങ്ങാട്ട് സ്ട്രീറ്റ് ലൈറ്റ് അപകട ഭീഷണി ഉയർത്തുന്നു. പ്രശ്നപരിഹാരത്തിന് ഇനിയും നടപടിയായില്ല. മാലം ചാമക്കുളത്തുവാസികൾ കുടിയിറക്ക് ഭീഷണിയിൽ. പ്രശ്നം പരിഹരിക്കുമെന്ന് എം രാജഗോപാൽ MLA. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.